ഇന്ന് എനിക്ക് കുറച്ചധികം തന്നെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നൊരു ദിവസമാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ രാവിലെ തന്നെ ക്ലീനിങ്ങും അതുപോലെ ഫുഡ് ഉണ്ടാക്കലും വാഷ് ചെയ്യലും ഒക്കെ തീർത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടെല്ലാം നോക്കുമ്പോഴത്തേക്ക് സമയം കുറച്ചധികം തന്നെ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ രാത്രിയിൽ എന്തുണ്ടാക്കുന്ന ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ എല്ലാ സാധനവും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു പാസ്ത തട്ടിക്കൂട്ടി ഒപ്പിക്കാമെന്ന് വിചാരിച്ച്. അതും കുക്കറിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കന് ഉപ്പും മുളകും തേച്ച് വെച്ചതുണ്ടായിരുന്നേ. അപ്പോൾ അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നേരം വഴറ്റിയെടുത്തേ. പിന്നെ അതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും പിന്നെ ഒരു ക്യാപ്സിക്കവും പിന്നെ അതുപോലെ ഒരു ചെറിയ ക്യാരറ്റും എല്ലാം കൂടി അരിഞ്ഞു വെച്ചത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ മതിയേ. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലിയും 1 ടീസ്പൂണ് ഒറിഗാനോ അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ഏതെങ്കിലും കെച്ചപ്പും ആഡ് ചെയ്താൽ മതിയേ. ഞാനിപ്പോൾ ഒരു ബുൾഡക്കിൻ്റെ ഒരു സോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. അപ്പോൾ പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ഞാനിപ്പോൾ 2 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു 2.5 കപ്പോളം വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2.5 കപ്പ് പോരാ, ഒരു 3 കപ്പെങ്കിലും വേണമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് പാസ്തയും 2 കപ്പ് ഇട്ട് കൊടുത്തേ. അതുപോലെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്ന ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ്, എൻ്റെ കയ്യിൽ പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇതിൽ സ്വീറ്റ് കോണ് അങ്ങനെ എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ അതിനെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. എനിക്ക് വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ മേലിലേക്ക് കുറച്ച് ചീസൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു 2 സ്ലൈസ് ചീസും കുറച്ച് മൊസറല്ല ചീസും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഓവനിൽ വെച്ചിട്ട് അതൊക്കെ ഒന്ന് മെൽറ്റാവുന്നത് വരെ വെച്ചിട്ടുണ്ടായിരുന്നേ. മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാസ്ത തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും